ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ. അധ്യായം 6. പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നുവെന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവിനെന്ന് അവൻ പറഞ്ഞു. അവരിലൊരുത്തൻ, ദയ ചെയ്ത് അടിയങ്ങളോട് കൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി. അവർ യോർദാങ്കലെത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം യജമാനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈനീട്ടി അത് എടുത്തു. അനന്തരം അരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണമെന്നിങ്ങനെ അവൻ തൻ്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട്, ഇന്ന സ്ഥലത്തുകൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്കുക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല തന്നെത്താൻ രക്ഷിച്ചത്. ഇത് ഹേതുവായി അരാം രാജാവിൻ്റെ മനസ്സ് ഏറ്റവും കലങ്ങി. അവൻ ഭൃത്യന്മാരെ വിളിച്ചു അവരോട്, നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിൻ്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നുവെന്ന് നോക്കുവിൻ. ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കുമെന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോതാനിലുണ്ടെന്ന് അവന് അറിവ് കിട്ടി. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദേവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനെ, നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് അവൻ, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരേക്കാൾ അധികമെന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമെന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. എലീശയുടെ അപേക്ഷപ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. എലീശ അവരോട്, ഇതല്ല വഴി, പട്ടണവും ഇതല്ല. എൻ്റെ പിന്നാലെ വരുവിൻ, നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവൻ അവരെ ശമര്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശമര്യയിലെത്തിയപ്പോൾ എലീശ, യഹോവയെ കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ അവരുടെ കണ്ണ് തുറന്നു. അവർ നോക്കിയപ്പോൾ തങ്ങൾ ശമര്യയുടെ നടുവിൽ നിൽക്കുന്നത് കണ്ടു. ഇസ്രായേൽ രാജാവ് അവരെ കണ്ടിട്ട് എലീശയോട്, എൻ്റെ പിതാവെ, വെട്ടിക്കളയട്ടെ, ഞാൻ ഇവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു. അതിന് അവൻ, വെട്ടിക്കളയരുത്. നിന്റെ വാൾ കൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ? ഇവർ തിന്നു കുടിച്ച് തങ്ങളുടെ യജമാൻ്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. അവർ തിന്നു കുടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാൻ്റെ അടുക്കൽ പോയി. അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല. അതിൻ്റെ ശേഷം അരാം രാജാവായ ബെൻഹദദ് തൻ്റെ സൈന്യത്തെ ഒക്കെയും കൂട്ടി പുറപ്പെട്ടു ചെന്ന് ശമര്യയെ വളഞ്ഞു. അവർ ശമര്യയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമമുണ്ടായി. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും 1/4 കപ്പ് പ്രാഷ്ഠത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറി. ഒരിക്കൽ ഇസ്രായേൽ രാജാവ് മതിൽമേൽ നടക്കുമ്പോൾ ഒരു സ്ത്രീ അവനോട്, യജമാനായ രാജാവെ, രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അതിന് അവൻ, യഹോവ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തന്ന് നിന്നെ രക്ഷിക്കേണ്ടു? കളപ്പുരയിൽ നിന്നോ മുന്തിരിച്ചക്കിൽ നിന്നോ എന്ന് ചോദിച്ചു. രാജാവ് പിന്നെ അവളോട്, നിന്റെ സങ്കടം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ, ഈ സ്ത്രീ എന്നോട്, നിന്റെ മകനെ കൊണ്ടുവാ, ഇന്ന് നമുക്ക് അവനെ തിന്നാം, നാളെ എൻ്റെ മകനെ തിന്നാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എൻ്റെ മകനെ പുഴുങ്ങി തിന്നു. പിറ്റേന്നാൾ ഞാൻ അവളോട്, നിന്റെ മകനെ കൊണ്ടുവാ, നമുക്ക് അവനെയും തിന്നാമെന്ന് പറഞ്ഞാറേ അവൾ തൻ്റെ മകനെ ഒളിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. സ്ത്രീയുടെ വാക്ക് കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി. അവൻ മതിൽമേൽ നടന്നു പോവുകയായിരുന്നു. ജനം അവനെ നോക്കിയപ്പോൾ അവൻ അകമേ ദേഹം പറ്റെ രട്ടുടുത്തിരിക്കുന്നത് കണ്ടു. ശാഫാത്തിൻ്റെ മകനായ എലീശയുടെ തല ഇന്ന് അവൻ്റെ ഉടൽമേൽ ഇരുന്നാൽ ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് അവൻ പറഞ്ഞു. എലീശ തൻ്റെ വീട്ടിൽ മൂപ്പന്മാരോടുകൂടെ ഇരിക്കുമ്പോൾ
രാജാവ് ഒരാളെ തനിക്ക് മുമ്പായി അയച്ചു. ദൂതൻ എലീശയുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പേ അവൻ മൂപ്പന്മാരോട്, എൻ്റെ തല എടുത്തു കളയുവാൻ ആ കൊലപാതക പുത്രൻ അയച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ? നോക്കുവിൻ, ദൂതൻ വരുമ്പോൾ നിങ്ങൾ വാതിലടച്ച് വാതിക്കൽ അവനെ തടുത്തുകൊള്ളുവിൻ. അവൻ്റെ യജമാൻ്റെ കാലൊച്ച അവൻ്റെ പിമ്പിൽ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൂതൻ അവൻ്റെ അടുക്കലെത്തി, ഇതാ ഈ അനർത്ഥം യഹോവയാൽ വരുന്നു. ഞാനിനി യഹോവയെ കാത്തിരിക്കുന്നത് എന്തിന് എന്ന് രാജാവ് പറഞ്ഞു. അധ്യായം 7. അപ്പോൾ എലീശ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിക്കൽ ശേക്കലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞു. രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിൽ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. അന്ന് കുഷ്ഠരോഗികളായ 4 ആൾ പടിവാതിക്കൽ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ നാം ഇവിടെ കിടന്ന് മരിക്കുന്നതെന്തിന്? പട്ടണത്തിൽ ചെല്ലുക, എന്നു വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിക്കൊണ്ട് നാം അവിടെ വെച്ച് മരിക്കും, ഇവിടെ പാർത്താലും മരിക്കും. അതുകൊണ്ട് വരിക, നമുക്ക് അരാമ്യ പാളയത്തിൽ പോകാം. അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും, അവർ നമ്മെ കൊന്നാൽ നാം മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ട് അരാം പാളയത്തിൻ്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണുവാനില്ല. കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചതുകൊണ്ട് അവർ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും മിസ്രൈം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി കൂടാരങ്ങൾ, കുതിരകൾ, കഴുതകൾ എന്നിവയെ പാളയത്തിലിരുന്ന പാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. ആ കുഷ്ഠരോഗികൾ പാളയത്തിൻ്റെ അറ്റത്ത് എത്തി ഒരു കൂടാരത്തിനകത്ത് കയറി തിന്നു കുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു. മടങ്ങി വന്ന് മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു. പിന്നെ അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവിൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പട്ടണവാതിക്കൽ ചെന്ന് കാവൽക്കാരനെ വിളിച്ചു, ഞങ്ങൾ അരാം പാളയത്തിൽ പോയിരുന്നു, അവിടെ ഒരു മനുഷ്യനുമില്ല, ഒരു മനുഷ്യൻ്റെയും ശബ്ദം കേൾപ്പാനുമില്ല. കുതിരകളും കഴുതകളും കെട്ടിയിരിക്കുന്ന പാടെ നിൽക്കുന്നു, കൂടാരങ്ങളും അപ്പാടെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ കാവൽക്കാരെ വിളിച്ച് അവർ അകത്ത് രാജധാനിയിൽ അറിവ് കൊടുത്തു. രാജാവ് രാത്രി തന്നെ എഴുന്നേറ്റ് ഭൃത്യന്മാരോട്, അരാമ്യർ നമ്മോട് ഈ ചെയ്തതെന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. നാം വിശന്നിരിക്കുകയാകുന്നുവെന്ന് അവർ അറിഞ്ഞിട്ട് അവർ പട്ടണത്തിൽ നിന്ന് പുറത്തു വരും. അപ്പോൾ നമുക്ക് അവരെ ജീവനോടെ പിടിക്കുകയും പട്ടണത്തിൽ കടക്കുകയും ചെയ്യാമെന്നുറച്ച് അവർ പാളയം വിട്ടുപോയി വയലിൽ ഒളിച്ചിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, പട്ടണത്തിൽ ശേഷിപ്പുള്ള കുതിരകൾ 5 കൊണ്ടുവരട്ടെ, നാം ആളയച്ച് നോക്കിക്കേണം. അവർ ഇവിടെ ശേഷിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ സകല പുരുഷാരവും നശിച്ചു പോയിരിക്കുന്ന ഇസ്രായേലിൻ്റെ സകല പുരുഷാരവും എന്ന പോലെ ഇരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ 2 രഥം കുതിരയെ കെട്ടി കൊണ്ടുവന്നു. രാജാവ് അവരെ അരാമ്യ സൈന്യത്തിൻ്റെ പിന്നാലെ അയച്ചു. നിങ്ങൾ ചെന്ന് നോക്കുവിനെന്ന് കൽപ്പിച്ചു. അവർ യോർദാൻ വരെ അവരുടെ പിന്നാലെ ചെന്നു. എന്നാൽ അരാമ്യർ തത്രപ്പാടിൽ എറിഞ്ഞുകളഞ്ഞ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും കൊണ്ട് വഴിയൊക്കെയും നിറഞ്ഞിരുന്നു. ദൂതന്മാർ മടങ്ങിവന്ന് വിവരം രാജാവിനെ അറിയിച്ചു. അങ്ങനെ ജനം പുറപ്പെട്ട് അരാം പാളയം കൊള്ളയിട്ടു. യഹോവയുടെ വചനപ്രകാരം അന്ന് ശേക്കലിന് 1 സെയ ഗോതമ്പുമാവും ശേക്കലിന് 2 സെയ യവവും വിറ്റു. രാജാവ് തനിക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകനെ വാതിക്കൽ വിചാരകനായി നിയമിച്ചിരുന്നു. ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. രാജാവ് ദൈവപുരുഷൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നതുപോലെ അവൻ മരിച്ചുപോയി. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിക്കൽ ശേക്കലിന് 2 സെയ യവവും ശേക്കലിന് 1 സെയ ഗോതമ്പുമാവും വിൽക്കുമെന്ന് ദൈവപുരുഷൻ രാജാവിനോട് പറഞ്ഞപ്പോൾ ഈ അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ വാക്കുപോലെ സംഭവിക്കുമോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞിരുന്നു. അവണ്ണം തന്നെ അവന് ഭവിച്ചു. പടിവാതിക്കൽ വെച്ച് ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. അവൻ മരിച്ചുപോയി. അധ്യായം 8. അനന്തരം എലീശ താൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീയോട്, നീയും നിന്റെ ഭവനവും പുറപ്പെട്ട് എവിടെയെങ്കിലും പരദേശവാസം ചെയ്തുകൊള്ളുവിൻ. യഹോവ ഒരു ക്ഷാമം വരുത്തുവാൻ പോകുന്നു, അത് 7 സംവത്സരം ദേശത്തുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു.
ആ സ്ത്രീ എഴുന്നേറ്റ് ദൈവപുരുഷൻ പറഞ്ഞതുപോലെ ചെയ്തു. അവളും ഫോനും ഫെലിസ്ത്യ ദേശത്ത് പോയി 7 സംവത്സരം പരദേശവാസം ചെയ്തു. 7 സംവത്സരം കഴിഞ്ഞിട്ട് അവൾ ഫെലിസ്ത്യ ദേശത്തു നിന്ന് മടങ്ങി വന്നു. പിന്നെ അവൾ തൻ്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിപ്പാൻ ചെന്നു. അന്നേരം രാജാവ് ദൈവപുരുഷന്റെ ബാല്യക്കാരനായ ഗേഹസിയോട് സംസാരിക്കയിൽ, എലീശ ചെയ്ത വൻകാര്യങ്ങളൊക്കെയും നീ എന്നോട് വിവരിച്ചു പറക എന്ന് കൽപ്പിച്ചു. മരിച്ചുപോയവനെ ജീവിപ്പിച്ച വിവരം അവൻ രാജാവിനെ കേൾപ്പിക്കുമ്പോൾ തന്നെ അവൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീ വന്ന് തൻ്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു. അപ്പോൾ ഗേഹസി, യജമാനായ രാജാവേ, ഇവൾ തന്നെ ആ സ്ത്രീ. എലീശ ജീവിപ്പിച്ചു കൊടുത്ത മകൻ ഇവൻ തന്നെയെന്ന് പറഞ്ഞു. രാജാവ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും അത് വിവരിച്ചു പറഞ്ഞു. രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിൻ്റെ ആദായവും അവൾക്ക് കൊടുപ്പിക്കണം എന്ന് കൽപ്പിച്ചു. അനന്തരം എലീശ ദമശ്കേസിൽ ചെന്നു. അന്ന് അരാം രാജാവായ ബെൻഹദദ് ദീനം പിടിച്ച് കിടക്കുകയായിരുന്നു. ദൈവപുരുഷൻ വന്നിട്ടുണ്ട് എന്ന് അവന് അറിവ് കിട്ടി. രാജാവ് ഹസായേലിനോട് ഒരു സമ്മാനം എടുത്തുകൊണ്ട് ദൈവപുരുഷനെ ചെന്ന് കണ്ട്, ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് അവൻ മുഖാന്തരം യഹോവയോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഹസായേൽ ദമേശക്കിലെ വിശേഷ വസ്തുക്കളിൽ നിന്നൊക്കെയും എടുത്ത് 40 ഒട്ടക ചുമടുമായി അവനെ ചെന്ന് കണ്ട് അവൻ്റെ മുമ്പിൽ നിന്നു. നിന്റെ മകൻ അരാം രാജാവായ ബെൻഹദദ് എന്നെ നിന്റെ അടുക്കൽ അയച്ചു. നിന്റെ മകൻ അരാം രാജാവായ ബെൻഹദദ് എന്നെ നിന്റെ അടുക്കൽ അയച്ചു. ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് എലീശ, നീ ചെന്ന് അവനോട് നിനക്ക് നിശ്ചയമായിട്ട് സൗഖ്യം വരുമെന്ന് പറക. എന്നാൽ അവൻ നിശ്ചയമായി മരിച്ചു പോകുമെന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. പിന്നെ അവന് ലജ്ഞ തോന്നുവോളം അവൻ കണ്ണു പറിക്കാതെ അവനെ ഉറ്റുനോക്കി. ദൈവപുരുഷൻ കരഞ്ഞു. യജമാനൻ കരയുന്നതെന്ത് എന്ന് ഹസായേൽ ചോദിച്ചതിന് അവൻ, നീ ഇസ്രായേൽ മക്കളോട് ചെയ്യുവാനിരിക്കുന്ന ദോഷം ഞാൻ അറിയുന്നത് കൊണ്ട് തന്നെ. നീ അവരുടെ ദുർഗങ്ങളെ തീയിട്ട് ചുടുകയും അവരുടെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊല്ലുകയും അവരുടെ കുഞ്ഞുങ്ങളെ അടിച്ച് തകർക്കുകയും അവരുടെ ഗർഭിണികളെ പിളർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഈ മഹാകാര്യം ചെയ്യുവാൻ നായയായിരിക്കുന്ന അടിയൻ എന്തുമാത്രമുള്ളൂ എന്ന് ഹസായേൽ പറഞ്ഞതിന് എലീശ, നീ അരാമിൽ രാജാവാകുമെന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവൻ എലീശയെ വിട്ട് പുറപ്പെട്ട് തൻ്റെ യജമാൻ്റെ അടുക്കൽ വന്നപ്പോൾ, എലീശ നിന്നോട് എന്തു പറഞ്ഞു എന്ന് അവൻ ചോദിച്ചു. നിനക്ക് നിശ്ചയമായിട്ട് സൗഖ്യം വരുമെന്ന് അവൻ എന്നോട് പറഞ്ഞുവെന്ന് അവൻ ഉത്തരം പറഞ്ഞു. പിറ്റേന്നാൾ അവൻ ഒരു കമ്പിളി എടുത്ത് വെള്ളത്തിൽ മുക്കി അവൻ്റെ മുഖത്തിട്ടു. അതിനാൽ അവൻ മരിച്ചുപോയി. ഹസായേൽ അവന് പകരം രാജാവായി തീർന്നു. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ മകനായ യോരാമിൻ്റെ 5-ാം ആണ്ടിൽ യഹോശഫാത്ത് യഹൂദയിൽ രാജാവായിരിക്കുമ്പോൾ തന്നെ യഹൂദ രാജാവായ യഹോശഫാത്തിൻ്റെ മകൻ യഹോരാം രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരൂശലേമിൽ വാണു. ആഹാബിൻ്റെ മകൾ അവന് ഭാര്യയായിരുന്നതുകൊണ്ട് അവൻ ആഹാബിൻ്റെ ഗ്രഹം ചെയ്തതുപോലെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. എങ്കിലും യഹോവ തൻ്റെ ദാസനായ ദാവീദിനോട് അവനും അവൻ്റെ മക്കൾക്കും എന്നേക്കും ഒരു ദീപം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതുകൊണ്ട് അവൻ്റെ നിമിത്തം യഹൂദയെ നശിപ്പിപ്പാൻ തനിക്ക് മനസ്സായില്ല. അവൻ്റെ കാലത്ത് ഏദോമ്യർ യഹൂദയുടെ മേലധികാരത്തോട് മത്സരിച്ചു തങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു. അപ്പോൾ യഹോരാം സകല രഥങ്ങളുമായി സായിലിലേക്ക് ചെന്ന്, എന്നാൽ രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരുന്ന ഏദോമ്യരെയും രഥനായകന്മാരെയും തോൽപ്പിച്ചു. എന്നാൽ രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരുന്ന ഏദോമ്യരെയും രഥനായകന്മാരെയും തോൽപ്പിച്ചു. ജനം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഓടിപ്പോയി. അങ്ങനെ ഏദോമ്യർ യഹൂദയുടെ മേലധികാരത്തോട് ഇന്നുവരെ മത്സരിച്ച് നിൽക്കുന്നു. ആ കാലത്ത് തന്നെ ലിബ്നയും മത്സരിച്ചു. യഹോരാമിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹോരാം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ പിതാക്കന്മാരോടുകൂടെ ദാവീദിൻ്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ അഹസ്യാവ് അവന് പകരം രാജാവായി. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ മകൻ യോരാമിൻ്റെ 12-ാം ആണ്ടിൽ യഹൂദ രാജാവായ യഹോരാമിൻ്റെ മകൻ അഹസ്യാവ് രാജാവായി. അഹസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 22 വയസ്സായിരുന്നു. അവൻ 1 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് അഥല്യ എന്നു പേർ. അവൾ ഇസ്രായേൽ രാജാവായ ഒമ്രിയുടെ പൗത്രിയായിരുന്നു. അവൻ ആഹാബ്യ ഗ്രഹത്തിൻ്റെ വഴിയിൽ നടന്നു. ആഹാബ്യ ഗ്രഹം ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ ആഹാബിൻ്റെ ഗ്രഹത്തോട് സംബന്ധമുള്ളവനായിരുന്നുവല്ലോ. അവൻ ആഹാബിൻ്റെ മകനായ യോരാമിനോടുകൂടെ ഗിലെയാദിലെ രാമോത്തിലേക്ക്
അരാം രാജാവായ ഹസായേലിനോട് യുദ്ധം ചെയ്യുവാൻ പോയി. എന്നാൽ അരാമ്യർ യോരാമിനെ മുറിവേൽപ്പിച്ചു. അരാം രാജാവായ ഹസായേലിനോട് യുദ്ധത്തിൽ രാമയിൽ വെച്ച് അരാമ്യർ തന്നെ വെട്ടിയ മുറിവുകൾക്ക് ഇസ്രായേലിൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടതിന് യോരാം രാജാവ് മടങ്ങിപ്പോയി. ആഹാബിൻ്റെ മകനായ യോരാം രോഗിയാകൊണ്ട് യഹൂദ രാജാവായ യഹോരാമിൻ്റെ മകൻ അഹസ്യാവ് ഇസ്രായേലിൽ അവനെ കാണുവാൻ ചെന്നിരുന്നു.